കുറേ കാലമായി എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം സീനറി. പക്ഷെ എൻ്റെ മടി കാരണം എനിക്കാണെങ്കിൽ അതിനൊരു സിറ്റുവേഷൻ കിട്ടിയില്ല എന്നല്ല, ഞാൻ കണ്ടെത്തിയില്ല എന്ന് അതിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ പിന്നെ എവിടെ പോകുമ്പോഴും ആരെങ്കിലും ഒരാൾ പോലെ തന്നെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നു റൂമാൻ. അപ്പൊ ഞാൻ ഓളെയും കൂടെ വിളിക്കേണ്ട താമസോളൂ. സത്യം പറഞ്ഞാൽ കുറെ കാലം ഈ ബ്രഷും ബുക്കും പെയിന്റും ഒക്കെ ഞാൻ നല്ല ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് തന്നെ എന്താവും എനിക്ക് കർമ്മയൊക്കെ പോയിണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് ഈ സ്റ്റെപ്പ് ഒക്കെ അവിടെ ഇരുന്ന് വരക്കാനാണ് പ്ലാൻ. ഉണങ്ങി പോണ പോലത്തെ. അതുകൊണ്ട് ഞങ്ങൾ തണല് നോക്കി കുറെ ഫൈനലി ഞങ്ങൾക്കൊരു പ്ലേസ് തണല് മാത്രം നോക്കിയിട്ട് കാര്യം, നമുക്ക് നല്ലൊരു സീനറിയും കൂടെ വേണ്ട. പെയിന്റ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോഴും സത്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ കാലം ഈ പെയിന്റും ബ്രഷൊക്കെ ഒന്ന് എടുത്ത് അതിന്റെ പോരായ്മ അവിടെ കാണാനുണ്ടായിരുന്നു. പെയിന്റും നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതായാലും വന്നല്ലേ വെച്ചിട്ട് ഉള്ള പെയിന്റ് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫൈനൽ ലുക്ക് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും. നാളെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഞാൻ അങ്ങനെ വരക്കുമ്പോൾ അവിടുത്തെ ഫാമിലീസ് ഒക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വരക്കണോണ്ട് തന്നെ എനിക്ക് വെള്ളം എടുക്കാൻ പോകാൻ പറ്റില്ല. ഒമാൻ എന്ത് ചെയ്തു, വെള്ളമൊക്കെ എടുത്തു. ഓളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടായാലും പിന്നെ ഞങ്ങൾ അവിടുന്ന് വരക്കലൊക്കെ കഴിഞ്ഞ പിന്നെ ഫോട്ടോ എടുക്കാം. ഒമാൻ എന്റെ കൂടെ വന്നത് ഹെൽപ്പ് ആക്കാനും എനിക്ക് 2-3 ഫോട്ടോ എടുക്കണം. അതാണ് ഓളെ ലക്ഷ്യം. ഞാൻ ഓളെ വെറുതെ വിടും. അപ്പൊ ഓളായിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ ഒരു 6 മണി ആയപ്പോ നമ്മൾ പണിയൊക്കെ നിർത്തി. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു തണുത്ത ഇളനീർ പായസം നമ്മള് കർമ്മേന്ന് വണ്ടി കയറി. അപ്പൊ ഇന്നെ പോലത്തെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ മടിയൊക്കെ ഒന്ന് ഒഴിവാക്കി എന്താണ് നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള അത് ചെയ്യാൻ ശ്രമിക്കും. കാരണം ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ചെയ്യാൻ വെച്ചിട്ട് നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ കാര്യം തന്നെ നോക്കും. മടി പിടിച്ചിരുന്ന ഞാൻ രണ്ടും കൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യം. അപ്പോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കുറച്ച് മോട്ടിവേറ്റ് ആയി. അപ്പൊ ശരി, ബാക്കി നാളെ.